വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10ഉം +2 റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഗൈസ്, നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ അടുത്ത് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷനിലാണെന്നറിയാം. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഫസ്റ്റ് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൈസ് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, വരാൻ എന്തായാലും വഴി തങ്ങൂല. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. എനിക്ക് പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൈസ് നിങ്ങളുടെ ഈ മാർക്കൊന്നുമല്ല നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പോണത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നോടൊരു ടീച്ചർ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളുടെ ഈ 10th മാർക്കാണ് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പോണതെന്ന്. ഒരു തേങ്ങ ഉണ്ടായിട്ടില്ല ഗൈസ്, സത്യം പറയുകയാണെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ 10th +2 മാർക്ക് നമ്മുടെ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാത്രം ഉപകാരപ്പെടുന്നതാണ്, വേറെ ഒന്നിനും ഉപകാരപ്പെടില്ല. അപ്പം നിങ്ങൾ ഓവറായിട്ട് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറയണത് കേട്ടിട്ട് ഓവറായിട്ട് ടെൻഷനാവും. അതിൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾ കൂളായിട്ടിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടുകാരെ പറ്റിയിട്ടാണ്. നാട്ടുകാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തായി റിസൾട്ട്. അവരൊക്കെ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാവും. കാരണം നല്ലത് കേൾക്കാനൊന്നും ആവില്ല അവർ ആഗ്രഹിക്കുന്നത്. എന്നാലും ചോദിക്കും, എന്തായി മോളെ റിസൾട്ട് വന്നെന്ന് ചോദിക്കും. അത് നല്ലതിനല്ല അവർ ചോദിക്കുന്നത്. നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്താനാണ് ഗൈസ്. അപ്പോൾ മാക്സിമം അങ്ങനത്തെ കോണ്ടാക്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഈ ടൈമിൽ അങ്ങനത്തെ കോണ്ടാക്റ്റൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മെൻ്റലി റിലാക്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാരൻസിനെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ പാരൻസ് നിങ്ങളിൽ ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സ്ട്രെസ്സ് മൊത്തം നിങ്ങളുടെ മേത്തേക്കാവുക വരലുണ്ടാവുക. പാരൻസ് പറയും, ഇപ്പം നിങ്ങളുടെ അടുത്ത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും, അതും ആ കുട്ടീനെയും നിങ്ങളെയും വെച്ചിട്ടാവും കമ്പയർ ചെയ്യുക. ആ കുട്ടിക്ക് വേണമെങ്കിൽ ഫുൾ A+ എടുക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആവറേജ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവും. പക്ഷെ ആ കുട്ടീനെ നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഞാനൊരു ഒന്നിനും പറ്റാത്ത ഒരാളാണോ, അങ്ങനെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ കമ്പയർ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പാരൻസ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാരൻസിനോട് ഫസ്റ്റ് പറയാം, ഞാനിങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പാരൻസിനോട് പറയാം, എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഒരു ആവറേജ് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പാരൻസിനോട് പറയാം, എനിക്ക് ഇത്ര മാർക്കൊക്കെ കിട്ടാനേ ചാൻസ് ഉള്ളൂ, അതുകൊണ്ട് ഓവറായിട്ട് ഇന്നിൽ എക്സ്പെക്റ്റേഷൻ കൊടുക്കണ്ട, ഫുൾ A+ ഒന്നും കിട്ടാൻ എനിക്ക് ചാൻസ് ഇല്ല. അപ്പോൾ പാരൻസിന് മനസ്സിലാവും, എൻ്റെ കുട്ടി ഇത്രേ പഠിച്ചിട്ടുള്ളൂ, അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഇത്ര മാർക്കേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും പാരൻസിന്. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിലും ആ മാർക്കേ ഉള്ളതെങ്കിൽ നിങ്ങളൊന്നും പറയൂല. അല്ലാതെ നിങ്ങളൊന്നും ജസ്റ്റ് ഒന്നും പറയാതെ പാരൻസിനോട് ഇരിക്കുകയാണെങ്കിൽ ആ റിസൾട്ട് വരുന്ന ടൈമിൽ ഇപ്പോൾ എല്ലാ പാരൻസിനും അറിയാം ഈ ടൈമിൽ ഫുൾ A+ എല്ലാവർക്കും ഫുൾ A+ കിട്ടുന്ന ടൈമാണ്. അപ്പോൾ പാരൻസ് നിങ്ങളെ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ചെയ്യും ഗൈസ്, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും എന്നുള്ളത്. അപ്പോൾ നിങ്ങളിത് പറയാതിരിക്കുകയാണെങ്കിൽ പാരൻസ് വിചാരിക്കും, എൻ്റെ കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടാവും, ഫുൾ A+ ആവുന്നു. അങ്ങനെ മാർക്ക് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മാർക്ക് ഇല്ലെങ്കിൽ അത് ബാധിക്കുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളെ മെൻ്റലി തളർത്താൻ അതൊരു കാരണമാവും. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പാരൻസിനോട് ജസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ഏറ്റവും ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളെ തളർത്താതിരിക്കും. ഒരു ആവറേജ് മാർക്കാണെങ്കിലും നിങ്ങളെ തളർത്താതിരിക്കും. പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയം ഉണ്ടായിരിക്കും, ഞാൻ തോറ്റു പോകുമെന്നുള്ളത്. ഗൈസ്, 10ാം ക്ലാസ്സിലൊന്നും അധികം അങ്ങനെ തോക്കുന്നത് ആരും കണ്ടിട്ടില്ല. അതും അത്രയും പഠിക്കാത്ത ഒരാളാണെങ്കിലും മാത്രമേ തോക്കുള്ളൂ 10ാം ക്ലാസ്സിൽ. +2 ആണെങ്കിൽ ഒരു +1 നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ +1 ഡബിൾ പാസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ +2 പാസ്സായി പോകും. പക്ഷെ 10th അങ്ങനെ തോക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ +2കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സയൻസൊക്കെ എടുത്തവരാണെങ്കിൽ നിങ്ങൾ മാർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹയർ സ്റ്റഡീനെ ബാധിക്കുമെന്നുള്ളത് പാരൻസിനും നിങ്ങൾക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂളായിട്ടിരിക്കുക. നിങ്ങൾ പഠിച്ച എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ആ മാർക്ക് എന്താ നിങ്ങൾക്ക് കിട്ടാന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൽ എക്സ്പെക്റ്റേഷൻ ചെയ്തിരിക്കുക. പാരൻസിനോട് പറയാം, എനിക്ക് ഇത്ര മാർക്കേ കിട്ടുള്ളൂ, ഇത്ര എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നല്ല പഠിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എക്സ്പെക്റ്റ് ചെയ്യുക. പാരൻസിനും അറിയാമല്ലോ, ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇത്ര പഠിക്കാൻ അറിയുള്ളൂ എന്ന് പാരൻസിന് അറിയാം. അപ്പോൾ പാരൻസും അത്ര എക്സ്പെക്റ്റ് ചെയ്യുക. പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെനിക്ക് പാരൻസിനോടാണ് പറയാനുള്ളത്, ഒരിക്കലും ഒരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക നിങ്ങളെ കുട്ടികളെ. കാരണം മെൻ്റലി നിങ്ങളെ കുട്ടികളെ തളർത്താൻ അതൊരു കാരണമാവും.
നിങ്ങളുടെ കുട്ടിക്ക് എത്ര മാർക്കാണ് കിട്ടുന്നതെങ്കിലും നിങ്ങളത് ഉൾക്കൊള്ളാൻ സാധിക്കണം നിങ്ങൾക്ക്. അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ടെൻഷൻ അടിക്കാതിരിക്കുക. റിസൾട്ട് ഉറക്കമൊന്നും ഇല്ലാത്ത ടൈമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കടന്നു പോയോണ്ടിരിക്കുന്നത്. ഗൈസ്, സ്കൂളായിരിക്കുക, ഈ ടൈമും കടന്നു പോകും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ആരും നെഗറ്റീവൊക്കെ വരുന്ന ടൈമാവും ഇപ്പോൾ. നെഗറ്റീവിനെല്ലാം മാറ്റി നിർത്തുക. നിങ്ങൾ പോസിറ്റീവ് മാത്രമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.